ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു 90+ ഇന്ത്യാസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. കേൾക്കണ്ടോ ഹൃദയ്? കേക്കാം. എന്താ എനിക്ക് നെഞ്ചു തന്നെയാണോ? അയ്യോ അയ്യോ എൻ്റെ അമ്മേ, ചോദിച്ചാ പത്തായി. എന്താന്ന് ഷോക്ക്ഡെന്നാ? എന്തിനാ എന്നെ കണ്ടട്ടാ? ഏ എന്നെ കണ്ടപ്പോ പ്രേതം തോന്നിയാ? ഞാൻ വരില്ലാന്ന് വിചാരിച്ചിനി. ഏ കറുപ്പിട്ടിരിക്കണ കണ്ടിട്ടാണോ? ശരി, എന്ത് കഷ്ടം. പിന്നെ എന്തിനാ ഷോക്കായി എനിക്ക് പറയണം. അൺമ്യൂട്ട് ചെയ്തോ? ഒന്ന് റിക്വസ്റ്റ് തരാം. മിണ്ടാൻ വലിയ ആ ഉണ്ട്. ഓ മൈക്ക് ഇസ് മിസ്സിങ്. നന്നായി. തപ്പിയില്ല എന്നിട്ട് സിസ്റ്റത്തിൽ സ്വന്തമായിട്ട് മൈക്കൊന്നും ഇല്ലേ? തനുഷ എന്താ അവിടെ കാര്യമായിട്ട് ശൃംഗരിച്ചോണ്ടിരിക്കാൻ തോന്നിട്ടില്ല. എന്താണ് നോക്കിക്കൊണ്ടിരിക്കണേ തനുഷേ? എന്താണ് നോക്കിക്കൊണ്ടിരിക്കണ തനുഷേ? വെടി പൊട്ടിച്ച തനുഷ് ചോദിക്കാൻ എന്താ പുക പോണേന്ന് ചോദിക്കണ കേൾക്കണ പോലും ഇല്ല. വേറെ എന്തോ ലോകത്ത് വേറെ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നീ എന്താ ചെയ്തോണ്ടിരിക്കണ അവിടെ? കേക്കാന്നാ? കേക്കാമോ ഇല്ലയോന്നല്ല ഞാൻ ചോദിച്ചത്, നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? നീ ഒന്നും ചെയ്യണില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ ഇല്ലേ സൗണ്ട്? കേക്കാൻ പറ്റുന്നു. ആ, നീ ഒന്നും ചെയ്യുന്നില്ല. നീ കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങി കണ്ടോ? ഏ നീ ആരുടെന്ന ലിങ്ക് വാങ്ങിയേ? ഏത് മറ്റേ റെഗുലർ ക്ലാസ്? നിനക്കൊരു ക്ലാസ് അല്ലേ ഞാൻ പോയുള്ളൂ ഇതിന് മുന്നേ. അതേതാ റെഗുലർ ക്ലാസ്? ഏ നീ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങി കണ്ടോ? എവിടെന്നാ വാങ്ങിയേ? ലിങ്ക് എവിടെന്നാ കിട്ടിയ നിനക്ക്? എവിടെ തന്നെയുണ്ട്? വീട്ടിലുണ്ടാ? മോനെ, നിനക്ക് ആ ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കാണണമെങ്കിൽ ഞങ്ങളൊരു ലിങ്ക് അയച്ചു തന്നാലേ നിനക്ക് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായി? അല്ലാണ്ട് നിന്റെ ലാപ്ടോപ്പിൽ തന്നെ ലിങ്ക് പൊട്ടി മുളക്കൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? ആ ആ ലിങ്ക് നീ നിന്റെ ജീന ടീച്ചറിനോട് ചോദിച്ചാലാണ് ആ ലിങ്ക് കിട്ടുള്ളൂ. ജീന ടീച്ചറിനോട് ചോദിച്ചിട്ടുമില്ല, ലിങ്ക് വാങ്ങിയിട്ടുമില്ല എന്ന് ടീച്ചർ എന്നോട് പറഞ്ഞു. മനസ്സിലായ? അപ്പൊ കൂടുതൽ നുണയൊന്നും എന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട കേട്ടാ. റെഗുലർ ക്ലാസ് ഏതാ? നിനക്ക് ഏതാ വേറെ ക്ലാസ്? എന്ന് എസ്റ്റർ ഇംഗ്ലീഷ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിനക്ക് ഇംഗ്ലീഷാണോ കൊടുക്കണേ? ആ, ഞാൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണോ വാങ്ങി കാണാൻ പറഞ്ഞത്? അഫാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എന്ത്? ആ, എന്ത് പറ്റി? ഏ കഴല കഴല. ആ ആ ആ. ഉം. അതെ. മാറി എന്നിട്ട്. ഉം. ഉം.
ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു നജിലെ? നജിലേ, പരക്കം പാഞ്ഞ് നടക്കുക. പ്രസം പ്രസം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചതെന്ന് ഞാൻ ചോദിക്കണേ. എന്താ നമ്മൾ പഠിച്ചത് അഭിനവേ? ഇതിപ്പോ ഞാൻ കേട്ടല്ലോ. അതിനകത്ത് എന്താ നമ്മൾ പഠിച്ചത്? ആ ബുക്ക് ട്രയാങ്കുലർ പ്രിസം ഒക്കെ എന്താന്ന് പഠിച്ചു. പിന്നെന്താ പഠിച്ചേ? ഞാനതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ആറ് സൈഡുള്ളത് ഹെക്സഗണാന്ന് പഠിപ്പിച്ചു. അതെ, ഒരു പ്രിസത്തിന്റെ ഇതൊരു പ്രിസമാണ്. ഓക്കെ, ഈ പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ പഠിച്ചു, ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പഠിച്ചു, വോളിയം കാണാൻ പഠിച്ചു. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ഈ ചുറ്റുമുള്ള സൈഡുകളില്ലേ, അതായത് 1, 2, പിന്നെ അപ്പുറത്ത് ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്, അല്ല ഒരു റെക്ടാങ്കിൾ കൂടെ ഉണ്ട്. ഈ 3 റെക്ടാങ്കിളുകളുടെ ഏരിയനെയാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്. ഞാൻ അന്ന് 100 തവണ പറഞ്ഞു. എന്താണ് ലാറ്ററൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു സാധനം ഇങ്ങനെ വെക്കുവാണെങ്കിൽ ആ സാധനത്തിന്റെ ഒരു പ്രിസം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ പ്രിസത്തിന്റെ സൈഡിലുള്ള വശങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ? സൈഡിലുള്ള വശങ്ങളുടെ ഏരിയനെയാണ് നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയാം. അപ്പൊ അത് കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് ഇവിടെ ട്രയാങ്കിൾ ആണ് അല്ലെ. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടിയിലും മുകളിലും വരുന്ന വശമാണ് ബേസ്. ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണണം. ഇപ്പൊ ഈ വശം എ, ഈ വശം ബി, ഈ വശം സി ആണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എച്ച്. മനസ്സിലായോ? ഒരു ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ വശങ്ങളെല്ലാം കൂടെ കൂട്ടണം. ബേസ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ വശങ്ങളെല്ലാം കൂടെ കൂട്ടണം. അതാണ് അതിന്റെ പെരിമീറ്റർ. എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. മനസ്സിലായോ? ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ലാറ്ററൽ സർഫസ് ഏരിയ ഇല്ലേ, ലാറ്ററൽ സർഫസ് ഏരിയ, ഇതിന്റെ കൂടെ ബേസിന്റെ ഏരിയ കൂടെ കൂട്ടണം. ബേസിന്റെ ഏരിയയും കൂടെ കൂട്ടണം. മനസ്സിലായോ? ഒരു ബേസ് അല്ല, 2 ബേസ്. ഇതും ഒരു ബേസ് ആണ്, താഴെയും ഒരു ബേസ് ആണ്. അപ്പൊ 2 പ്രാവശ്യം ബേസ് ഏരിയ കൂട്ടണം. ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 ടൈംസ് ബേസ് ഏരിയ കൂട്ടണം. വോളിയം എന്ന് പറയുന്നതോ ബേസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്.
ബേസിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയിരുന്നു, അവിടെ ഇവിടെ വായം പൊളിച്ച് നോക്കിയിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് അയ്യോ മിസ്സേ അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രിസത്തിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനായിട്ട് ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ബേസിന്റെ പെരിമീറ്ററിന്റെ കൂടെ ഹൈറ്റ് ഇൻറ്റു ചെയ്യണം. വോളിയം കാണാനായിട്ട് എന്ത് ചെയ്യണം? ബേസിന്റെ ഏരിയയുടെ കൂടെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് ബേസിന്റെ ഈ ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ, ലാറ്ററൽ സർഫസ് ഏരിയ നമ്മളോട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ലാറ്ററൽ സർഫസ് ഏരിയയുടെ കൂടെ 2 പ്രാവശ്യം ബേസ് ഏരിയ കൂട്ടണം. ഇത് എഴുതിയെടുത്ത വേഗം. The base of a prism is a triangle with the sides 4 centimeter, 13 centimeter and 15 centimeters and its height 25 centimeters. Calculates its lateral surface area and total surface area. ഓക്കെ, അതായത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദ ബേസ് ഓഫ് എ പ്രിസം ഇസ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് ഇവിടെ പറയുന്ന പ്രിസത്തിന്റെ ബേസ് എന്താണ് ഹൃദയം? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, നമുക്കിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രിസത്തിന്റെ ബേസ് എന്താണ്? എന്താണ്? അപ്പൊ ട്രയാങ്കിൾ ആണ് അല്ലെ? യെസ്. അപ്പൊ നമുക്ക് ബേസ് ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. ഇനി ആ ട്രയാങ്കിളിന്റെ സൈഡ്സ് എത്രയൊക്കെയാന്ന് തന്നിട്ടുള്ളത്? യെസ്. അപ്പൊ എ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എടുക്കാം, ബി എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ എടുക്കാം, പിന്നെ സി എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ എടുക്കാം. 3 വശങ്ങൾ നമുക്കറിയാം. ഇതിനെ എ ബി സി എന്ന് വിളിക്കുകയാണെങ്കിൽ 3 വശങ്ങൾ 4, 13, 15 സെന്റിമീറ്റർ ആണെന്ന് എഴുതി. ഇനി ഇതിന്റെ ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? എച്ച് 25 സെന്റിമീറ്റർ. ഓക്കേടാ, വെരി ഗുഡ്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്തുവാ? ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അഭിനവേ? നോക്കിയെങ്കിലും വായിക്കും. ബേസിന്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അഭിനവേ?
ആ ഈ ബേസിന്റെ ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് അല്ലെ, എയും ബിയും സിയും കൂടെ കൂട്ടണം. അപ്പോ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുമ്പോ എന്താ വരിക നജിലെ? നജിലിനോട് ചോദിച്ചത് കേട്ടാ, എ പ്ലസ് ബി പ്ലസ് സി എന്താന്ന്? എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോ ഏതാ? എല്ലാം കൂടെ കൂട്ടണോ ചെയ്യണ്ടേ? ഏതൊക്കെയാ കൂട്ടുക? എയും ബിയും സിയും കൂടെ കൂട്ടണം. എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടുക? തേർട്ടി ടു ഇൻറ്റു 25. ഞാൻ ചെയ്ത ആൻസർ കണ്ടുപിടിച്ചോ. പറയണമൊന്നുമില്ല. 800 and എല്ലാരും ചെയ്തോട്ടാ. എത്ര കിട്ടിയ? 7. $800 ആണ്. അടുത്ത് ചെയ്തോ. 800 ആണ് കേട്ടോ ആൻസർ. അടുത്ത ടോട്ടൽ സർഫസ് ഏരിയ കാണും. ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്തെന്നാ? ആർക്കും വായിലൊന്നും ആവില്ല. എല്ലാവരും വേറെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. lateral surface area. Lateral surface area plus 2 base area. ഇതിനകത്ത് lateral surface area എന്താണെന്നറിയാം? 800 ആണെന്നറിയാം. 2 into base area വേണം അല്ലേ? ബേസിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ബേസിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് ബേസ് ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ട് എന്താ ഫോർമുല? ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാറില്ലെങ്കിൽ, അതായത് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ സൈഡ് ആയിരിക്കും. ഓക്കെ, ബേസും
ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ഉണ്ടാക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ബേസും ഹൈറ്റും അറിയാം എന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. മനസ്സിലായോ? ബേസും ഹൈറ്റും അറിയാം എന്നുണ്ടെങ്കിൽ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല ഹാഫ് BH. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആ, ഇനി നമുക്ക് ഇവിടെ ബേസ് അറിയാമോ ട്രയാങ്കിളിന്റെ? നമുക്ക് ആകെപ്പാട് അറിയുന്നത് ട്രയാങ്കിളിന്റെ 3 വശങ്ങളാണ് അല്ലെ? 3 വശങ്ങളാണ് അറിയുന്നത്. 3 വശങ്ങൾ ഇവിടെ നോക്കണം എല്ലാവരും. നമുക്ക് ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ആണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഫോർമുല എന്താ? ഹെറോൺസ് ഫോർമുല എന്ന് പറയും. പഠിച്ചിട്ടുണ്ട് നമ്മള്. അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഫോർമുല. മനസ്സിലായാ? ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ധനുഷേ? മോനെ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? നീ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കണേ? നീ എഴുതിയിട്ടൊന്ന് കാണിച്ചു തന്നെ. നിങ്ങളുടെ അടുത്ത് കാണിച്ചേ. കാണില്ലേ? നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോവാ. ഇതാണോ നീ എഴുതിയേക്കുന്നത്? ഇതാണോ നീ എഴുതിയേക്കുന്നത്? ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഞാനിപ്പോ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്താ? ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഇങ്ങനെ ഒരു സാധനങ്ങള് വെറുതെ എന്തൊക്കെയോ അവിടെ ചെയ്തോണ്ടിരിക്കുക. എന്റെ സ്ക്രീൻ മാറ്റുന്നത് അറിയില്ല എന്ന വിചാരം. നീയൊക്കെ അവിടെ സ്ക്രീൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നന്നായിട്ട് അറിയാൻ പറ്റും. മനസ്സിലായാ? വേഷം കെട്ട് കാണിക്കാനായിട്ട് ക്ലാസ്സിൽ കയറും കാരണന്മാരെ പറ്റിക്കാൻ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ചെയ്യണം. ഓക്കെ, അതായത് എസ് എന്ന് പറയുന്നതിൽ നിന്ന് എ മൈനസ് ചെയ്യണം, ബി മൈനസ് ചെയ്യണം, സി മൈനസ് ചെയ്യണം. എന്നിട്ട് അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ എസ് എങ്ങനെ കണ്ടുപിടിക്കുക? എസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? എസ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെമി പെരിമീറ്റർ ആണ്, അതായത് പെരിമീറ്ററിന്റെ പകുതി. എസ് എന്ന് പറയുന്നത് എന്തുവാടാ? പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ ഓൾറെഡി നമ്മൾ 32 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എസ് എന്ന് പറയുന്നത് 32ന്റെ പകുതിയാണ്, അതായത് 16 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. പെരിമീറ്റർ എന്ന് പറയുന്നത് 32 സെന്റിമീറ്റർ ആണ്. അപ്പൊ എസ് എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ വരും. ഏരിയ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് 16 ഇൻറ്റു 16 മൈനസ് 4, 16 മൈനസ് 13, 16 മൈനസ് 15. ഇൻറ്റു 16 മൈനസ് 4 എന്ന് പറയുന്നത് 12, 16 മൈനസ് 13 എന്ന് പറയുന്നത് 3, 16 മൈനസ് 15 എന്ന് പറയുന്നത് 1. 12 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു 3.
1 വീണ്ടും എഴുതണ്ടല്ലോ. ഇതിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ മാറ്റി എഴുതിയേക്കുന്നത് 12നെ ഞാൻ 4 × 3 എന്ന് എഴുതി. വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടാ. ഇപ്പൊ നോക്കി നമുക്ക് ഓരോന്നിനും റൂട്ട് കൊടുക്കാം. എന്തേ കേൾക്കുന്നില്ലേ? ബാക്കി എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം. അനന്തോ ജീന ടീച്ചറേ എല്ലാവർക്കും ഒന്ന് അനന്തുവിനോട് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറയാം വീണ്ടും. ആ അപ്പൊ ഇവിടെ റൂട്ട് 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് 4 ആണ്. 16 റൂട്ട് കൊടുത്താൽ എന്താ വരിക? 4. 4 റൂട്ട് കൊടുത്താൽ എന്താ വരിക? 2. ഇവിടെ 2 പ്രാവശ്യം 3 വന്നത് കൊണ്ട് അതൊരു 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ 4 × 2 × 3 അപ്പൊ 8 × 3 24. 24 ആണ് നമ്മുടെ ഏരിയ കേട്ടാ. എന്നിട്ട് നിന്റെ ഡൗട്ട് പറയടാ. ഓക്കെ, ഹൃദയക്ക് മനസ്സിലായത്? അഫാന് മനസ്സിലായ? പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്തെന്നാ? 12നെ എങ്ങനെ എഴുതാം? 4 × 3 എഴുതാൻ പറ്റുമോ? 12നെ അതന്നെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. 12നെ 4 × 3 എഴുതി. റൂട്ടിന്റെ അകത്തന്നെ ഇതൊക്കെ കിടക്കണം. അപ്പൊ എല്ലാത്തിനും റൂട്ട് കൊടുക്കുമ്പോ എന്ത് വരും? 16ന് റൂട്ട് കൊടുക്കുമ്പോ 4. 4ന് റൂട്ട് കൊടുക്കുമ്പോ 2. പിന്നെ ഉള്ളത് എന്താ? 3 × 3. ഒരു മിനിറ്റ്, ഇത് തീർത്തിട്ട് അടുത്ത ഡൗട്ട് ചോദിച്ചാ പോരെ? അതായത് റൂട്ടിന്റെ അകത്ത് 16 ഉണ്ട്, പിന്നെ 12 ഉണ്ട്, പിന്നെ എന്താ ഉണ്ടായിരുന്നേ? 3 ഉണ്ട് അല്ലേ? ഈ 16 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആണോ? അതറിയില്ല അല്ലേ? റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ്. 12 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ എന്താക്കി? 4 × 3 എന്ന് മാറ്റി എഴുതി. അങ്ങനെ നോക്കിയപ്പോ 4 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ബാക്കി 2 3കളില്ലേ? 3 × 3 എന്താ? 9. മനസ്സിലായ? നീ ഇപ്പൊ പറഞ്ഞത് ശ്രദ്ധിക്ക്, എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാണ്ട്. അതായത് 16നെ ഞാൻ 16 തന്നെ എഴുതി, അത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട്. 12നെ 4 × 3 എന്ന് എഴുതിയിട്ട് 4 ഇവിടെ ഇട്ടു, 3 അപ്പുറത്തേന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 9 ആയി. അപ്പൊ 9ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയില്ലേ? അപ്പൊ 3 പെർഫെക്റ്റ് സ്ക്വയറുകൾ കിട്ടിയില്ലേ? ഇനി ഓരോന്നിനും നമുക്ക് റൂട്ട് കൊടുക്കാം. 16ന് റൂട്ട് കൊടുക്കുമ്പോ എന്താ കിട്ടുക? 2ന് റൂട്ട് കൊടുക്കുമ്പോ 4ന് റൂട്ട് കൊടുക്കുമ്പോ എന്താ കിട്ടുക? 9ന് റൂട്ട് കൊടുക്കുമ്പോ എന്താ കിട്ടുക? 24 ആയില്ലേ?
ഇപ്പൊ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു അല്ലെ. ഇനി ഏരിയ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും? 800 പ്ലസ് 2 ഇൻറ്റു 24. അപ്പൊ 800 പ്ലസ് 48, 848 എന്ന് വരും കേട്ടോ. PSA ഇസ് ഈക്വൽ ടു 800 പ്ലസ് 2 ഇൻറ്റു 24, അതായത് 48. അപ്പൊ 848. കഴിഞ്ഞോ? അടുത്ത നോക്കി, ഒരു സിലിണ്ടർ ആണ് കേട്ടോ. സിലിണ്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ സിലിണ്ടറിന്റെ പ്രത്യേകത എന്താ? മുകളിലും താഴെയും സർക്കിളുകളായിരിക്കും. മുകളിൽ ഒരു സർക്കിള്, താഴെ ഒരു സർക്കിള്. ഈ രണ്ട് സർക്കിളുകളും തമ്മിൽ ഹൈറ്റ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സിലിണ്ടർ കിട്ടും. കേട്ടോ നജിലെ? ഇനി നമുക്ക് സിലിണ്ടറിന്റെ വോളിയം പഠിക്കണം. സിലിണ്ടറിന്റെ CSA TSA വോളിയം. ഓക്കെ. അപ്പോ ഈ സിലിണ്ടർ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ട് സിലിണ്ടറിന് നമ്മള് ലാറ്ററൽ സർഫസ് ഏരിയ എന്നല്ല പറയാ, കർവ്ഡ് സർഫസ് ഏരിയ എന്നാ പറയാം. ഓക്കെ. ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗത്തിന്, ഈ ചുറ്റുമുള്ള ഭാഗമില്ലേ, ഇതിന് നമ്മൾ പറയുന്നതാണ് കർവ്ഡ് സർഫസ് ഏരിയ. കേക്കണ്ടോ നിങ്ങള്? ഇനി മുകളിലത്തെ സർക്കിളും താഴത്തെ സർക്കിളും ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗവും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താ വരിക? ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ? എല്ലാം കൂടെ കൂട്ടുമ്പോൾ വരുന്നത് ടോട്ടൽ സർഫസ് ഏരിയ. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കുവാണെങ്കിൽ കിട്ടുന്നത് അതിന്റെ വോളിയം. മനസ്സിലായോ? ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗം കർവ്ഡ് സർഫസ് ഏരിയ, മുകളിലത്തെ സർക്കിളും താഴത്തെ സർക്കിളും കൂടി കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ. പിന്നെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് അതിന്റെ വോളിയം. ഓക്കെ അല്ലേ? എന്താ എന്നിട്ട് എഴുതാനുള്ള ഇവിടെ ഞാൻ പറയണത് പറയുമ്പോ എഴുതിയാൽ മതി കേട്ടാ. CSA കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2πRH. 2πRH ഇതാണ് CSA. ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് 2πR ഇൻറ്റു R+H. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ. വോളിയം എന്ന് പറയുന്നത് πR²H. ഈ 3 ഫോർമുല വേഗം എഴുതിയെടുക്കും. ഇത് കഴിഞ്ഞോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A cylinder has a diameter of 14 centimeter and a height of 12 centimeter.
വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സിലിണ്ടറിന്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും ഇവിടെ? ഡയമീറ്റർ 14 സെന്റിമീറ്റർ ആണ്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? ആർക്കും അറിയായിരിക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും വേണ്ടാത്ത. ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ള അളവ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. അപ്പൊ ഡയമീറ്റർ 14 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 സെന്റിമീറ്റർ ആയിരിക്കും. അത് അപ്പൊ തന്നെ എഴുതുക. പിന്നെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. വോളിയം എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ വോളിയത്തിന്റെ ഫോർമുല എന്തെന്നാ തനിഷേ? വോളിയത്തിന്റെ ഫോർമുല എന്തെന്നാ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ബേസ് ഏരിയ എന്താ? അത് പൊന്നു മോനെ, ഇപ്പൊ തന്നെ ഞാൻ ഇതിന്റെ ഫോർമുല പറഞ്ഞു തന്നത്. അത് എഴുതിയെടുക്കാനൊന്നും നേരം ഉണ്ടായില്ലല്ലേ? വോളിയം കാണാനുള്ള ഫോർമുല എന്താ വെച്ചില്ലേ? എന്താ? പൈ ആർ സ്ക്വയർ എച്ച്. പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പോൾ പൈ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതി. ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ സ്ക്വയർ, എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. ഈ പൈ എന്ന് പറയുന്നത് എന്തുവാ? പൈന്റെ വാല്യൂ എന്താ ശരിക്കും? പൈ എന്ന് പറഞ്ഞാല് 22/7 കേട്ടാ. അപ്പൊ നമുക്ക് ഈ പൈക്ക് പകരം 22/7 ഇട്ട് കൊടുക്കാം. അപ്പൊ 22/7 ഇൻറ്റു 7ന്റെ സ്ക്വയർ ഇൻറ്റു 12. താഴെ ഒരു 7 ഉണ്ട്, മുകളിൽ 2 7 ഉണ്ട് അല്ലേ? ഓരോന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? 22 ഇൻറ്റു 7 ഇൻറ്റു 12 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേ. ഇതാണ് വോളിയം. (22 into 7 into 12). ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ പറയുന്ന അല്ലേ? കാൽക്കുലേറ്റർ എടുത്താണോ നജില്? എന്തിനാ വീഡിയോ ഓഫ് ചെയ്തപ്പോ? നജിനോട് ബാക്കിന് കാൽക്കുലേറ്റർ എടുക്കാൻ പോയതല്ലേ? കാൽക്കുലേറ്റർ എടുക്കാൻ പോയതല്ലേ ഇന്ന്? അല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല അല്ലേ? അറിയില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല? അപ്പൊ നീ എക്സാമിനൊക്കെ എങ്ങനെ ചെയ്യാ? ചെയ്യില്ല? എക്സാമിന് എങ്ങനെ ചെയ്യാന്ന് നജിനോട് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടാ എങ്ങനെ ചെയ്യാന്ന്. എന്താന്ന്? എങ്ങനെ? കൊറേ സമയം എടുക്കും. നന്നായി ഇതായത്. സമ്മതിക്കണം. ആദ്യം 22 7 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 7. അപ്പോഴും നോക്കാനല്ല, ശ്രദ്ധിക്കാനല്ല, നേരെ പോയി ചെയ്യാനാണ്. ചെയ്യാൻ അറിയില്ല എന്ന് പറയുകയും ചെയ്യും. പറഞ്ഞു തരുമ്പോ പിന്നെ അവിടെ ഇരുന്ന് വരയ്ക്കുകയും ചെയ്യും. 22 into 7. അപ്പൊ അതിനകത്ത് ഇവിടെ നോക്കടാ, നീ എഴുതണ്ടടാ, പേനോടെ വെക്കേ. 7ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 14. മുകളിൽ 1 വരും. വീണ്ടും 7ഉം 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14.
14ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 50. 154. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. എന്നിട്ട് കിട്ടിയ ആൻസറിന്റെ കൂടെ 12 മൾട്ടിപ്ലൈ ചെയ്യാം. 2 വെച്ചിട്ട് ആദ്യം ഇതിന് 3 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 4 ചെയ്യുമ്പോൾ 8. 2 × 5 ചെയ്യുമ്പോൾ 10. 0 ഇവിടെ എഴുതാം, മുകളിൽ 1 എഴുതി. 2 × 1 2, 2 + 1 3. 308 എന്ന് കിട്ടി. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇനി 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 വെച്ച് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4. 1 വെച്ച് 5 ചെയ്യുമ്പോൾ 5. 1 വെച്ച് 1 ചെയ്യുമ്പോൾ 1. 8 4 8 1. 1848. ഇതാണ് നമ്മുടെ വോളിയം. സെന്റിമീറ്റർ ക്യൂബ് എഴുതിക്കോ. അടുത്ത ചോദ്യം. The base perimeter of a cylindrical tank is 1 meter and its height is 2 meters. How many liters of water can it contain? ഇതാണ് ചോദ്യം. അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്രയാ? 1 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഡയമീറ്റർ is equal to 1 meter. ഇതിന്റെ ഹൈറ്റ്, ഡയമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? അഭിനവേ? ഡയമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ റേഡിയസ് തമ്മിലുള്ള ബന്ധം എന്താ? അപ്പൊ പിന്നെ പറയാനല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണോ അതിന്റെ പകുതിയാണ് റേഡിയസ് അല്ലെ. അപ്പൊ ഡയമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്തോരും? അതിന്റെ പകുതി. 1ന്റെ പകുതി എത്രയാ? 1/2 അര അല്ലേ. അതിന് നമുക്ക് 0.5 എന്നും എഴുതാം. ഓക്കെ. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് 0.5 മീറ്റർ. ഹൈറ്റ് എത്രയാ തന്നെയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ, എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? വോളിയം കാണണം. വേഗം കണ്ടുപിടിച്ചോ വോളിയം. πr²h, അതാണ് ഫോർമുല കേട്ടാ.
എത്ര കിട്ടിയേ? 5r²h. ഇതാണ് ഫോർമുല അല്ലേ? പൈ എന്ന് പറയുന്നത് 22/7. ആർ എന്ന് പറയുന്നത് 0.5 എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1/2 എന്ന് എടുത്തോളൂ കേട്ടാ. 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 1/2 2 പ്രാവശ്യം വരും. ഇൻറ്റു h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഓക്കെ, താഴത്തെ 2ഉം മുകളിലത്തെ 2ഉം ക്യാൻസൽ ആയി പോയി. വീണ്ടും താഴത്തെ 2ഉം മുകളിലത്തെ 22ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 11. അപ്പോൾ 11/7 മീറ്റർ ക്യൂബ്. ഇതാണ് വോളിയം. എന്താണ്? 0.5 അല്ലെങ്കിൽ 1/2 കൊടുക്കാലോ. നമുക്ക് എളുപ്പം 1/2 എന്ന് എടുക്കുന്നതല്ലേ, ക്യാൻസൽ ചെയ്ത് പൊക്കോളില്ലേ. വോളിയം എപ്പോഴും ക്യൂബിലാ പറയാം, മീറ്റർ ക്യൂബ്. വോളിയം എപ്പോഴും നമുക്ക് ക്യൂബിലാ പറയാം. ഇനി വേറെ കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. മനസ്സിലായ? 1 മീറ്റർ ക്യൂബ്, ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അപ്പൊ 2 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 ലിറ്റർ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ 11/7 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11/7 ഇൻറ്റു 1000 ചെയ്യണം അല്ലേ? അപ്പൊ ഇവിടെ 2 മീറ്റർ ക്യൂബ് ആയപ്പോ 2 ഇൻറ്റു 1000 ചെയ്തു, 2000. 3 മീറ്റർ ക്യൂബ് ആണെങ്കിൽ എന്താ ചെയ്യാ നമ്മള്? 3 ഇൻറ്റു 1000 ചെയ്യും, 3000. അപ്പൊ 11/7 മീറ്റർ ക്യൂബ് ആണെങ്കിൽ 11/7 ഇൻറ്റു 1000. അപ്പോ 11,000/7 ലിറ്റർ. ഇതാണ് ആൻസർ കേട്ടാ. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ ചോദ്യത്തില് ഹൗ മെനി ലിറ്റേഴ്സ്, എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാ ചോദിച്ചത്. ലിറ്റേഴ്സിൽ വേണം എന്നാ പറഞ്ഞത്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 ലിറ്റർ ആണ്. എന്താ? നീ എന്തോ പറയണേ? അപ്പുറത്തെ സൈഡിൽ മീറ്റർ ക്യൂബ് ആയിരുന്നു, അത് മീറ്ററിലായിരുന്നു. ലിറ്ററിലേക്ക് മാറ്റുമ്പോ പിന്നെ ലിറ്റർ ക്യൂബ് എന്ന് ഇടണ്ട.
അടുത്ത ചോദ്യം നോക്കിയേ. എ സിലിണ്ടർ ഹാസ് എ റേഡിയസ് ഓഫ് 5 സെന്റിമീറ്റർ ആൻഡ് എ ഹൈറ്റ് ഓഫ് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ് തന്നിക്കുക, ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ വേണം. ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? 2πr × r+h. ഇതായിരുന്നു ഫോർമുല കേട്ടാ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. 2 × പൈ എന്ന് പറയുന്നത് പൈ എന്ന് തന്നെ ഇടാം ഇപ്പൊ തൽക്കാലം. ആർ എന്ന് പറയുന്നത് 5, പിന്നെ r+h എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 + 10. അപ്പൊ 10π × 15. അപ്പൊ 150 പൈ ആണ്. 150 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഈ റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് രണ്ടും 7ന്റെ ടേബിളിലുള്ള നമ്പർ ആണെങ്കിൽ മാത്രം പൈക്ക് നമ്മൾ 22/7 ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. മനസ്സിലായ? റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാണെങ്കിൽ മാത്രം നമുക്ക് പൈക്ക് 22/7 എന്ന് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പൈനെ പൈ എന്ന് തന്നെ അവിടെ ഇട്ടാൽ മതി. നീ എന്താടാ ഒന്ന് ശ്രമിച്ചു നോക്കാത്തത്? ഈ ഫോർമുലയിലേക്ക് നീ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ ചെയ്യാന്നൊന്ന് പറഞ്ഞേ. 2ന് അങ്ങനെ തന്നെ ഇട്ടു, പൈന് അങ്ങനെ തന്നെ ഇട്ടു. ആർ എന്താ? 5. ഇനി ബ്രാക്കറ്റിനകത്ത് എന്താ കിടക്കണേ? r+h. അപ്പൊ ആർ എന്താ? h എന്താ? ഇവിടെ നമ്മൾ കൂട്ടുമ്പോ എന്താ കിട്ടുക? ഇപ്പൊ എങ്ങനെ 15 വന്നതെന്ന് മനസ്സിലായ? കഴിഞ്ഞോ? ചോദ്യം ചെയ്തേ. വേണ്ട, 2 മിനിറ്റല്ലോ, 5 മിനിറ്റല്ലോ നമുക്ക്. The base area and the curved surface area of a cylinder are equal. What is the ratio? എന്താ ഈ ചോദ്യം? ചോദ്യം എഴുതാനല്ലേ പറഞ്ഞേ, വേഗം എഴുത്. The base area and curved surface area of a cylinder are equal. What is the ratio of the base radius and height?
ഓക്കെ, അതായത് ഒരു സിലിണ്ടറിന്റെ ബേസ് ഏരിയയും കേർവ്ഡ് സർഫസ് ഏരിയയും ഈക്വൽ ആണ്. സിലിണ്ടറിന്റെ ബേസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ? ബേസ് ഏരിയ എന്ന് വെച്ചാൽ എന്താ ഹൃദയ? സിലിണ്ടറിന്റെ ബേസിന്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാല് സിലിണ്ടറിന്റെ ബേസ് എന്താ? അതെന്താണ്? മേലും താഴെയുള്ളത് എന്താ? ബേസ് എന്ന് പറയുന്നത് മുകളിലും താഴെയുള്ളത്. മുകളിലും താഴെയും എന്താണ് ഒരു സിലിണ്ടറിന്റെ? സർക്കിൾ ആണ്. അപ്പൊ ബേസിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയ. അപ്പൊ πr². ഓക്കെ, പിന്നെ കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? CS. എന്താണ് അഫാനെ? സിലിണ്ടറിന്റെ CS എന്താണ്? അതെന്താണ്? ഫോർമുല എന്താ? RH 2πRH. ഓക്കെ, ആ അപ്പോ ഒരു സിലിണ്ടറിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് πr² 2πRH ഈക്വൽ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെ ഉള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. പയ്യും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. r² എന്ന് പറഞ്ഞാൽ എന്താ? r × r അല്ലേ? അപ്പുറത്ത് എന്തൊക്കെയുണ്ട്? 2 ഉണ്ട്, r ഉണ്ട്, h ഉണ്ട്. മനസ്സിലായോ? ഒരു ആറും പുറത്തൊരു ആറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എന്താ ഉള്ളേ? r = 2 × h എന്നുണ്ട്. നമ്മളോട് റേഷ്യോ ആണ് ചോദിച്ചുള്ളത്. ഏതിന്റെ? റേഡിയസിന്റെയും ഹൈറ്റിന്റെയും. അപ്പൊ ഈ ഹൈറ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ റേഡിയസ് ബൈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? h ഇങ്ങോട്ട് പോയി, ബാക്കി ഇവിടെ 2 മാത്രമല്ലേ ഉള്ളൂ. 2ന്റെ അടിയിൽ എന്താ? ഒന്നുമില്ല. അപ്പൊ 1 ഇട്ട് കൊടുക്കാം. അപ്പൊ റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 2:1 ആണ് കേട്ടാ. ഇതാണ് ആൻസർ. എഴുതിയെടുത്തോ വേഗം. പിന്നെ ഇന്ന് തന്നെ ലാസ്റ്റത്തെ ക്ലാസ് ആണ്. അടുത്ത ക്ലാസ് തൊട്ട് സാറായിരിക്കോട്ട് വരണ്ടാവുക. സന്തോഷായില്ലേ? എനിക്കും സന്തോഷായി. അപ്പോ അടുത്ത ക്ലാസ് തൊട്ട് സാറായിരിക്കും വരണ്ടാവുക. മര്യാദയ്ക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ ഡെലിവറിയുടെ സമയമൊക്കെ അറിഞ്ഞു. അടുത്ത മാസം ആദ്യം ഉണ്ടാവും. അപ്പൊ പിന്നെ എനിക്ക് ലീവ് എടുക്കാണ്ട് പറ്റില്ല. സോ അടുത്ത ക്ലാസ് തൊട്ട് സാറ് വരും. മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുക. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. ഓക്കെ, എല്ലാവരും എക്സാം എഴുതണം കേട്ടാ. ഓടി അങ്ങോട്ട് പോകണ്ട. എക്സാം എഴുതുക, എന്നിട്ട് ലീവ് ചെയ്തോളൂ. ടാറ്റ, ഞാൻ പോവാ. ബൈ, സീ യു. ബൈ.